NDA വീണ്ടും അധികാരത്തിലെത്തുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ. NDA നേടുക 350 സീറ്റ് വരെയെന്ന ഫലങ്ങൾ. ഇന്ത്യ മുന്നണി പരമാവധി 133 സീറ്റുകൾ നേടിയേക്കും. ഇന്ത്യ മുന്നണി നിലമെച്ചപ്പെടുത്തുമെന്ന് എല്ലാ ഏജൻസികളും. കേരളത്തിൽ UDF-ന് മുൻതൂക്കം പ്രവചിച്ച് എക്സിറ്റ് പോളുകൾ. BJP 1 മുതൽ 3 വരെ സീറ്റുകൾ. LDF-ന് പരമാവധി കിട്ടുക 4 സീറ്റ്. തമിഴ്നാട്ടിൽ DMK മുന്നണി വൻ മുന്നേറ്റം നടത്തുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ. NDA 1 മുതൽ 3 വരെ സീറ്റ് നേടിയേക്കും. തെലങ്കാന 10 വരെ സീറ്റ് നേടി BJPയെ അട്ടിമറിക്കുമെന്ന് ന്യൂസ് 18 മെഗാപോൾ. ഭരണകക്ഷിയായ കോൺഗ്രസിന് 5 മുതൽ 8 സീറ്റ് വരെ മാത്രം. മുഖ്യപ്രതിപക്ഷമായ BRS 2 മുതൽ 5 സീറ്റിലേക്ക് ഒതുങ്ങുമെന്നും പ്രവചനം. കർണാടകത്തിൽ NDA മുന്നേറ്റം ആവർത്തിക്കുമെന്ന് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ. BJP-JDS സഖ്യത്തിന് 23 മുതൽ 26 സീറ്റ് വരെ. കോൺഗ്രസിന് പ്രവചിക്കുന്നത് 3 മുതൽ 7 സീറ്റ് വരെ. മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം 19 സീറ്റ് വരെ നേടാമെന്ന് റിപ്പബ്ലിക് TV. PMRQ എക്സിറ്റ് പോൾ. NDA 36 സീറ്റ് വരെ നേടി മുന്നേറ്റം തുടരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ട പോളിംഗ് അവസാനിച്ചു. വിധിയെഴുതിയത് വാരണാസി അടക്കം 57 മണ്ഡലങ്ങൾ. ബീഹാറിൽ പോളിംഗ് കുറയുമ്പോൾ ഹിമാചലിലും ബംഗാളിലും മികച്ച പോളിംഗ്. ബംഗാളിൽ വിവിധയിടങ്ങളിൽ അക്രമം. കന്യാകുമാരി വിവേകാനന്ദ സ്മാരകത്തിൽ ധ്യാനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി മടങ്ങി. പൂർത്തിയാക്കിയത് 45 മണിക്കൂർ സമയത്തെ ധ്യാനം. ധ്യാനം പൂർത്തിയായത് അവസാനഘട്ട പോളിംഗ് സമാപനത്തിന് മുൻപ്. ബാർക്കോഴ വിവാദത്തിൽ തെളിവെടുപ്പ് അവസാനിച്ചു. ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടന്നത് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ. എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുത്തവരെ മൊഴിയും രേഖപ്പെടുത്തി. അവയവ കച്ചവടത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. ഏജന്റുമാർ നിരവധി പേരെ കൊണ്ടുപോയതായി വൃക്ക നൽകിയ ഇടുക്കി സ്വദേശി കണ്ണൻ. ഏജന്റിന്റെ പേര് വെളിപ്പെടുത്തിയാൽ ജീവൻ അപകടത്തിലാകുമെന്നും കണ്ണൻ. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. അവയവക്കടത്തിൽ നിയമം ശക്തമായി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ന്യൂസ് മലയാളം പുറത്തുവിട്ട രേഖകൾ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. കച്ചവടം നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അവയവദാനത്തെ സർക്കാർ പ്രോത്സാഹിപ്പിക്കണമെന്നും കൃഷ്ണദാസ്. വേണ്ടത്ര താല്പര്യം കൊച്ചി അവയവക്കടത്തിലെ പ്രധാന കണ്ണി പിടിയിൽ. ബെല്ലം രാമപ്രസാദ് ഗൊണ്ടയെ പ്രത്യേക സംഘം പിടികൂടിയത് ഹൈദരാബാദിൽ നിന്ന്. അവയവക്കടത്തിനിരയായവരിലേറെയും ഹൈദരാബാദ്, തമിഴ്നാട് സ്വദേശികൾ. ഗൊണ്ട പിടിയിലായത് സാബിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലെ പരിശോധനയിൽ. CMRL-ൽ ക്രമക്കേട്. 103 കോടിയുടെ ക്രമക്കേടെന്ന് റിപ്പോർട്ട്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ദില്ലി ഹൈക്കോടതിയിൽ. റിപ്പോർട്ട് CMRL നൽകിയ ഹർജിയിൽ. 2012 മുതൽ 2019 വരെയുള്ള കാലയളവിലാണ് ക്രമക്കേട് നടന്നതെന്ന് കണ്ടെത്തൽ. സമസ്ത എന്ന് പറയുന്നത് മുസ്ലിങ്ങളിലെ ഒരു വിഭാഗത്തിൻ്റെ ഒരു ആത്മീയ നേതൃത്വം ഉള്ള ഒരു സംഘടനയാണ്. അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾക്കും അതിൽ പ്രവർത്തിക്കാൻ കഴിയും. അത് മതപരമായ കാര്യങ്ങളിൽ വിധി പറയേണ്ട ഒരു ആധികാരിക സംഘടനയാണ് സമസ്ത. അവർ കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെ ഒരുപാട് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി വരുന്നുണ്ട്. അതുപോലെയൊക്കെ ഒരുപാട് പള്ളികൾ നിയന്ത്രണമൊക്കെ അവരുടെ കയ്യിലാണ്.
അതിനകത്തേക്ക് രാഷ്ട്രീയം കൊണ്ടുപോയി നമ്മൾ ചെലുത്തിയിട്ട് ആ സ്ഥാപനത്തെയും ആ സംഘടനയും ശിഥിലീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ പാടില്ല എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റെ ലീഗ് അനുകൂല പ്രസ്താവന വിവാദത്തിൽ. ലീഗും സമസ്തയും ഒന്നിച്ചു പോകണമെന്ന് അഹമ്മദ് ദേവർകോവിൽ. ലീഗിനും സമസ്തയ്ക്കുമിടയിൽ വിള്ളൽ വരുത്താൻ ഛിദ്രശക്തികൾ ശ്രമിക്കുന്നു എന്നും INL നേതാവ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സുരക്ഷാ വീഴ്ചയിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് NSS വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ. ക്ഷേത്ര ഭരണസമിതി അടിയന്തരമായി ഇടപെടണം. സുരക്ഷാ വീഴ്ച ഭക്തർക്ക് ആശങ്കയുണ്ടാക്കും. ലോകമെമ്പാടും ശ്രദ്ധിക്കുന്ന ക്ഷേത്രമാണെന്നും പാചകപ്പുരകളും പരിശോധിക്കണമെന്നും NSS വൈസ് പ്രസിഡന്റ്. പ്രതികരണം ന്യൂസ് മലയാളം പുറത്തുവിട്ട വാർത്തയിൽ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നാളെ തീഹാർ ജയിലിലേക്ക് മടങ്ങും. മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം അവസാനിച്ച സാഹചര്യത്തിലാണ് മടക്കം. ജൂൺ 5-ന് ജാമ്യ ഹർജി വീണ്ടും പരിഗണിക്കും. ആലപ്പുഴയിൽ പോലീസുകാരൻ ഹോട്ടൽ തല്ലി തകർത്ത കേസ് CPO KF ജോസഫിനെ റിമാൻഡ് ചെയ്തു. വധശ്രമത്തിന് ആലപ്പുഴ പോലീസാണ് കേസെടുത്തത്. ചങ്ങനാശ്ശേരി ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാണ് വാടക്കൽ സ്വദേശി KF ജോസഫ്. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. ഇടുക്കിയിൽ പൂച്ചപ്രയിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും. ഒരാൾക്ക് പരിക്ക്. കോഴിക്കോടും കക്കയത്തും ഉരുൾപൊട്ടി. തൃശൂരിൽ ഇടിമിന്നലേറ്റ് 2 മരണം. The ultimate Malayalam news channel. News Malayalam 24/7.